ഫ്രാങ്ക് ഇല്ലറ്റിന് തൻ്റെ മുടി മുറിക്കാനാകുമോ? അതറിയാൻ ഇനി 2 ദിവസം കൂടി കാത്തിരുന്നാൽ മതി. ബുധനാഴ്ച വെസ്റ്റ് ഹാമിനെതിരായി യുണൈറ്റഡിൻ്റെ മത്സരഫലം വരുന്നതോടെ അക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. 2024 ഒക്ടോബറിൽ ആരംഭിച്ചതാണ് ഇല്ലറ്റ് ഈ ചാലഞ്ച്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5 മത്സരങ്ങൾ തുടർച്ചയായി ജയിക്കാതെ താൻ ഇനി മുടിമുറിക്കില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു അയാൾ. എറിക് ടെൻ ഹാഗ് സാക്ക് ചെയ്യപ്പെട്ട കാലമായിരുന്നു അത്. കാലാകാലം ഇങ്ങനെ ജടപിടിച്ച് കിടക്കാനാണോ തീരുമാനം എന്ന് സുഹൃത്തുക്കൾ പലരും ഇല്ലറ്റിനോട് ചോദിച്ചു. റൂബൻ അമോറിമിന് അയാളെ രക്ഷിക്കാനായില്ല. അമോറിമിന് കീഴിൽ യുണൈറ്റഡ് 3-ലധികം മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ചിട്ടില്ല. ഒടുവിൽ അമോറിമും സാക്ക് ചെയ്യപ്പെടുന്നു. മൈക്കിൾ കാരിക്കിൽ ഇല്ലറ്റിന് വിശ്വാസമുണ്ടായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്നൊക്കെ ഇത്. ഇന്നലെ ഓൾഡ് ട്രാഫോർഡിൽ ടോട്ടനാമിനെ പരാജയപ്പെടുത്തിയതോടെ കാരിക്കിന് കീഴിൽ തുടർച്ചയായി 4ാം ജയമാണ് റെഡ് ഡെവിൾ സ്വന്തമാക്കിയത്. ഇല്ലറ്റ് തൻ്റെ ചാലഞ്ച് തുടങ്ങിയിട്ട് 491 ദിവസം പിന്നിടുന്നു. അതിനിടെ അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജ് 1 മില്യൺ ഫോളോവേഴ്സ് കടന്നു. സ്പേഴ്സിനെതിരായ ജയത്തിന് ശേഷം ഇല്ലറ്റ് ഏറെ ആഹ്ലാദത്തോടെ ഇങ്ങനെ പറഞ്ഞു വെച്ചു: ദിസ് ടൈം ഇറ്റ്സ് ഹാപ്പനിങ് താങ്ക്സ് ടു കാരിക്. ഇല്ലറ്റിനെ പോലെ തന്നെ ഓരോ യുണൈറ്റഡ് ആരാധകനും ഇപ്പോൾ അനുഭവിക്കുന്ന ആഹ്ലാദത്തിന് അതിരുകളില്ല. കണക്കുകൾ ഓരോന്നായി ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഓൾഡ് ട്രാഫോർഡിൽ ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് ആന്തം മുടങ്ങാൻ പോകുന്നു. അതെ, അത് സംഭവിക്കുമെന്ന് ഇപ്പോൾ അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മൈക്കിൾ കാരിക് ഓൾഡ് ട്രാഫോർഡിനെ പരാജയത്തിന്റെ പടുകുടികളിൽ നിന്ന് വീണ്ടെടുക്കാൻ അവതരിച്ചവനാണെന്ന് അവരുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടോട്ടനാമിനെതിരെ പ്രീമിയർ ലീഗിൽ ഇതിനു മുമ്പ് 6 മത്സരങ്ങളിൽ യുണൈറ്റഡ് ജയം എന്താണ് എന്ന് അറിഞ്ഞിരുന്നില്ല. അതായത് 2 വർഷത്തിലേറെയായി സ്പേഴ്സ് അവർക്ക് മുന്നിൽ ഒരു അഴിയാക്കുരുക്കായിരുന്നു. ഇക്കുറി ആ കണക്കും അങ്ങ് തീർത്തു കൊടുത്തു. ഡൊമിനൻസ് കണ്ടിന്യൂസ്. 2026 തോമസ് ഫ്രാങ്കിന്റെ കുട്ടികൾ പ്രീമിയർ ലീഗിൽ ഒറ്റ കളി പോലും ജയിച്ചിട്ടില്ല. ഫുൾഹാമിനെതിരെ ഇറങ്ങിയ അതേ 11-മായാണ് യുണൈറ്റഡ് ഇന്നലെ ഓൾഡ് ട്രാഫോർഡിലും ഇറങ്ങിയത്. ഫോർമേഷൻ 4-2-3-1. കളി തുടങ്ങി 35-ാം സെക്കൻഡിൽ തന്നെ എംബൂമോ സ്പേഴ്സ് ഗോൾ മുഖത്തെത്തുന്നുണ്ട്. ഗോൾ മുഖം വിറപ്പിച്ചൊരു ഇടങ്കാലൻ വെടിയുണ്ട പോസ്റ്റിനരികിലൂടെ പാഞ്ഞു. അത് യുണൈറ്റഡിൻ്റെ ആദ്യ സിഗ്നലായിരുന്നു. 10-ാം മിനിറ്റിൽ കസമെറോയുടെയും 19-ാം മിനിറ്റിൽ കുഞ്ഞിയുടെയും ലോങ് റേഞ്ചറുകൾ സ്പേഴ്സിന് തുടരെ അപായ സൂചനകൾ നൽകി. 29-ാം മിനിറ്റിൽ ക്രിസ്ത്യൻ റൊമേറോക്ക് റെഡ് കാർഡ് കിട്ടുന്നതുവരെ 2 ടീമുകളും കളിയുടെ ചിത്രത്തിലുണ്ടായിരുന്നു. 20 മിനിറ്റിനുള്ളിൽ ഇരുവരും 5 ഷോട്ടുകൾ വീതം മുതിർത്തിട്ടുണ്ട്. എന്നാൽ റൊമേറോ കയറിപ്പോയതിനു ശേഷം യുണൈറ്റഡിൻ്റെ സമഗ്രാധിപത്യമായിരുന്നു. ആ ടാക്കിളിന് റെഡ് കാർഡ് അല്ലാതെ മറ്റൊരു ഓപ്ഷനും റഫറിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. കസമെറോക്ക് പരിക്കൊന്നും ഏറ്റില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു യുണൈറ്റഡ് ആരാധകർക്കും ബ്രസീൽ ആരാധകർക്കും. ഫിറ്റാണെങ്കിൽ കസമെറോ കാനറിപ്പടയുടെ ലോകകപ്പ് സ്ക്വാഡിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന കാർലോ ആഞ്ചലോട്ടിയുടെ പ്രഖ്യാപനം എത്തിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നേ ഉള്ളൂ. ആ റെഡ് കാർഡിന് ശേഷം റഫറിയോട് വാദിക്കാൻ പോലും ടോട്ടനാം നായകൻ നിന്നില്ല. സീസണിൽ റൊമേറോയുടെ 2ാം റെഡ് കാർഡ്. റൊമേറോ കയറിപ്പോയതിനു ശേഷം 10 മിനിറ്റിനുള്ളിൽ യുണൈറ്റഡ് വലകുടുക്കി. അനദർ സെറ്റ് പീസ് ബ്രില്യൻസ് എഗെയിൻ ബ്രൂണോ ഫെർണാണ്ടസ്. അതൊരു ബ്രില്യൻ മൂവായിരുന്നു. ബ്രൂണോ കോർണർ എടുക്കുമ്പോൾ എംബൂമോ ബോക്സിന് വെളിയിലാണ്. കോബി മെയ്നു പന്തേറ്റു വാങ്ങി. ഒരു നോലുക്ക് പാസിൽ അയാൾ അതിനെ ഗോൾമുഖത്തേക്ക് തിരിച്ചു. കസമെറോയും മഗേറുമൊക്കെ പോസ്റ്റിനരികിലാണ്. ടോട്ടനാം താരങ്ങളൊക്കെ അവർക്ക് പുറകിലായിരുന്നു. അതിനിടയിൽ ആരും മാർക്ക് ചെയ്യാനില്ലാതെ നിന്നിരുന്ന എംബൂമോ പെട്ടെന്ന് ബോക്സിനകത്തേക്ക് കുതിച്ചെത്തി. മെയ്നുവിൻ്റെ പാസിന് അയാൾ പോസ്റ്റിൻ്റെ വലതുവശത്തേക്ക് മനോഹരമായി പ്ലേസ് ചെയ്തു. ഈ സീസണിൽ സെറ്റ് പീസിൽ നിന്ന് യുണൈറ്റഡ് കുടിക്കുന്ന 15-ാം ഗോൾ. മുമ്പിൽ ആഴ്സണൽ മാത്രം. പ്രീമിയർ ലീഗിൽ എംബൂമോയുടെ 9ാം ഗോൾ. 40-ാം മിനിറ്റിൽ കസമെറോയുടെ ഒരു ഹെഡർ പോസ്റ്റിനെ തൊട്ടുരുമ്മി പോകുന്നുണ്ട്. വികാരിയോയുടെ കൃത്യമായ ഇടപെടൽ ടോട്ടനാമിനെ രക്ഷിക്കുന്നു. 48-ാം മിനിറ്റിൽ അമദ് ദിയാലു വലകുലിക്കെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു. ലൂക്ക് ഷോയുടെയും ഡാലോട്ടിൻ്റെയും ലോങ് റേഞ്ചറുകൾ ടോട്ടനാം ഗോൾ മുഖം വിറപ്പിച്ചു. 2ാം ഗോളിലേക്ക് 81-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു യുണൈറ്റഡിന്. ഡാലോട്ടിൻ്റെ ക്രോസിനെ കൃത്യമായി കണക്ട് ചെയ്ത് ബ്രൂണോ ഫെർണാണ്ടസ് വലകിലാക്കുന്നു. യുണൈറ്റഡ് ജേഴ്സിയിൽ ബ്രൂണോയുടെ 200-ാം ഗോൾ ഇൻവോൾവ്മെൻറ്റ്. 314 മത്സരങ്ങളിൽ നിന്ന് 104 ഗോളും 86 അസിസ്റ്റുമുണ്ട് ബ്രൂണോക്ക്. ഓൾഡ് ട്രാഫോർഡിൽ യുണൈറ്റഡിൻ്റെ സമഗ്രാധിപത്യം കണ്ടാണ് ആ മത്സരം അവസാനിച്ചത്. 9 ഓൺ ടാർജറ്റ് ഷോട്ടുകളാണ് കളിയിലാകെ അവർ ഉതിർത്തത്. അതേസമയം സ്പേഴ്സിനാകട്ടെ ഒറ്റ തവണയാണ് യുണൈറ്റഡ് ഗോൾ മുഖം വിറപ്പിക്കാനായത്. ലാമൻസിന് അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കളിയിൽ 64% നേരവും പന്ത് കൈവശം വെച്ചത് യുണൈറ്റഡ് തന്നെയായിരുന്നു. 561 പാസുകൾ, 90% പാസ് ആക്യുറസി. യുണൈറ്റഡ് ആരാധകരുടെ മനസ്സ് നിറച്ച മത്സരം. കോബി മെയ്നുവിനെ ഇക്കണ്ട കാലം അത്രയും പുറത്തിരുത്തിയതിന് അമോറിമിനെ തെറി വിളിക്കുന്നുണ്ടാകും ഇപ്പോൾ യുണൈറ്റഡ് ആരാധകർ. ബ്രൂണോ ഫെർണാണ്ടസിനൊപ്പം അയാളെ കൂടെ മൈതാനത്ത് പ്ലേസ് ചെയ്യാനാകില്ലെന്നായിരുന്നു അമോറിമിൻ്റെ വാദം. എന്നാൽ 4 മത്സരങ്ങൾ കൊണ്ട് അയാളുടെ ഫിലോസഫികളെ മുഴുവൻ കാരിക് പൊളിച്ച് കയ്യിൽ കൊടുത്തു. കാരിക്കിൻ്റെ സിസ്റ്റത്തിൽ മെയ്നു നിറഞ്ഞു കളിക്കുന്നത് കാണുമ്പോൾ
സ്വർണത്തിൻ്റെ പെട്ടിയിൽ നിങ്ങൾ ചില്ലറ ഇട്ട് വച്ചിരിക്കുകയായിരുന്നു സാർ എന്ന് ചോദിക്കുന്നുണ്ട് ആരാധകർ. ബ്രൂണോ ഫെർണാണ്ടസും കസമിറോയും മെയിനുവും ഒരിക്കൽ കൂടി മിഡിൽ എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ വർക്ക് ചെയ്തു. ബാക്ക് ലൈനിൽ ലിച്ചയും ഹാരി മഗ്വയറും ഡീഗോ ഡാലോട്ടുമൊക്കെ കളം നിറഞ്ഞു. അമദ് ദിയാലു പിന്നിലേക്ക് ഇറങ്ങി വന്ന് ഡിഫൻസിനെ അകമഴിഞ്ഞ് സഹായിക്കുന്നത് ഒരിക്കൽ കൂടെ കണ്ടു. എംബുമോയും കുന്നിയുമൊക്കെ ടോട്ടനാം ഡിഫൻഡർമാർക്ക് പിടിപ്പത് പണി കൊടുത്തു. ആസ്റ്റൺ വില്ല കഴിഞ്ഞ ദിവസം സമനില വഴങ്ങും കൂടി ചെയ്തതോടെ പോയിന്റ് ടേബിളിൽ അവരുമായുള്ള വ്യത്യാസം 3 കുറച്ചു യുണൈറ്റഡ്. ഇനി ബുധനാഴ്ച വെസ്റ്റ് ഹാമാണ് എതിരാളികൾ. ഫ്രാങ്ക് ലെറ്റിന് തൻ്റെ മുടിമുറിക്കാനാകുമോ? കാത്തിരുന്നു കാണണം.